അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സുജിത്തിൻ്റെ കസ്റ്റഡി മർദ്ദനത്തിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പിന്നീട് പീച്ചിയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികൾ പുറത്തു വന്നു. മധുബാബുവിനെതിരെയുള്ള പരാതി പുറത്തു വന്നു. കൊല്ലത്തും പല ഭാഗങ്ങളിലുമുള്ള പരാതികൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നു. പക്ഷേ ഇതെല്ലാം പല കാലങ്ങളിൽ സംഭവിച്ചതാണ്. അതെല്ലാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചതാണ്. പക്ഷേ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ ഇത് ചർച്ചയ്ക്കെടുക്കുമെന്നും ചർച്ചയ്ക്കെടുത്താൽ അതിന് കാര്യമായി പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നും പ്രതിപക്ഷം കരുതിയിരുന്നു. ഇന്ന് പ്രതിപക്ഷ നീക്കം സർക്കാർ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചതിലൂടെ പാളിയോ അഡ്വക്കേറ്റ് ഷിബു മീരാൻ? ഡോക്ടർ അരുൺകുമാർ, ഒരു പാളലുമില്ല. ഇന്ന് ആ ചർച്ച കണ്ടവർക്ക് അതറിയാം. ഞങ്ങൾ ഇന്ന് ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ കൊടുക്കുന്ന വാർത്തകളിൽ വിശ്വാസം ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സ്ത്രീ ഒരു ദിവസം വൈകിട്ട് റിപ്പോർട്ടർ ചാനൽ ഒരു ബ്രേക്ക് ചെയ്യുന്നു, നാളെ ഒരു വലിയ വാർത്ത പുറത്തു വരാനിരിക്കുന്നു. ഞങ്ങളൊക്കെ പിറ്റേ ദിവസം കാത്തിരുന്ന ആ വാർത്ത കണ്ടതാണ്. ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ സമീപിക്കുന്നു. പരാതി നൽകാൻ വന്ന സ്ത്രീയെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറി മാറി ഉപദ്രവിച്ചു എന്നാണ് ആ വാർത്ത. പിണറായി സർക്കാരിന്റെ കാലത്താണല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. ഇനി കണക്കുകളിലേക്ക് വരാം. ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് ഈ കഴിഞ്ഞ താമർ ജിഫ്രി വരെ 17 പേർ കസ്റ്റഡി മരണത്തിൽ മരിച്ചിട്ടുണ്ട്. തീർന്നില്ല. ഈ കഴിഞ്ഞ ദിവസം വേണമെങ്കിൽ ഞാൻ ഡോക്ടർ അരുൺകുമാറിന് വാട്സപ്പ് ചെയ്യാം. ഓപ്പറേഷൻ കഗാർ എന്ന പേരിൽ അരുൺകുമാർ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നമ്പാല ശ്രീനിവാസനടക്കം ചില മാവോയിസ്റ്റുകളെ അവിടുത്തെ പോലീസ്, BJPയുടെ പോലീസ് വെടിവെച്ച് കൊന്നു. CPMന്റെ പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇവരുമായി സംസാരിക്കുകയാണ് വേണ്ടത്, ഇവരുമായി ചർച്ച നടത്തുകയാണ് വേണ്ടത്, ഇവരെ വെടിവെച്ച് കൊല്ലുന്നത് ജനാധിപത്യ വിരുദ്ധാണ്. എന്നതിന് കേരളത്തിലേക്ക് വാ. 8 പേരെയാണ് മാവോയിസ്റ്റുകളെ ഈ കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ കണക്കുകളാകെ പരിശോധിക്കും. ഇപ്പം ചാത്തന്നൂരിലെ കൊല്ലത്തെ CPMന്റെ ലോക്കൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞല്ലോ, പിണറായി സർക്കാർ ഭരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യസ്ഥതയുമായി ഞാൻ ചെല്ലുമ്പോൾ എന്നെ അവിടെ SI എൻ്റെ മുഖത്തടിച്ചു എന്നാണ്. എന്നാൽ ഇത് ചാനലുകളോട് പറയാൻ ശ്രമിക്കുന്ന CPM ലോക്കൽ സെക്രട്ടറി പിടിച്ചു വലിച്ചുകൊണ്ട് നിങ്ങൾ വാ തുറക്കരുത് എന്ന് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതാരാ ചെയ്തത്? അത് CPMന്റെ പ്രവർത്തകരാണ്. തീർന്നില്ല. ഇപ്പൊ DYFIയുടെ ഒരു മേഖലാ ഭാരവാഹി, നമ്മൾ പാർട്ടിക്കാർ പറയുന്നത് മാത്രം വിശ്വസിക്കരുതല്ലോ. ആ കുടുംബം ഇപ്പോഴും പറയുന്നു, കള്ളക്കേസ് ഉണ്ടാക്കി പോലീസ് കൊണ്ടുപോയി ഇടിച്ച് ചതച്ച് തിരിച്ചു ചെന്നതിന് ശേഷം രക്തം ഛർദ്ദിച്ച് വളരെ മൃഗീയമായ പീഡനങ്ങളുടെ ഇരയായിട്ടാണ് എൻ്റെ മകൻ സഖാവ് ജയേഷ് മരിച്ചത് എന്ന കുടുംബം പറയുമ്പോൾ നമുക്കവരെ മുഖവിലക്കെടുക്കാൻ, പിന്നെ അവരെ കേൾക്കാൻ നമുക്ക് ഈ ജനാധിപത്യത്തിൽ നമുക്ക് ബാധ്യതയില്ലേ? ഇതേ റിപ്പോർട്ടറിനുള്ളിൽ ഞാനും താങ്കളും പങ്കെടുത്ത ഒരു ചർച്ച മാസങ്ങൾക്ക് മുമ്പ് നടന്നു പോയിട്ടുണ്ട്. അന്നൊരു സ്ത്രീ റിപ്പോർട്ടറിന്റെ ചാനൽ സ്റ്റുഡിയോയിൽ വന്നിരുന്നു പറഞ്ഞു, ഞാനൊരു വീട്ടുജോലിക്കാരിയാണ്, അവരുടെ മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിരുത്തി കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിലെ വെള്ളം ചൂണ്ടിക്കാണിച്ചു തന്നു ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസർ എന്ന് ബിന്ദു എന്നൊരു സ്ത്രീ പറഞ്ഞ അനുഭവം നമ്മുടെ മുന്നിലില്ലേ? ഇങ്ങനെ അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ സജിത്തിന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ CPMന്റെ ഇപ്പം പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റതായ മർദ്ദനം ഞാനതിൽ അനുകൂലിക്കുന്ന ആളല്ല. ഒരു നേതാവിനും ഒരാൾക്കും, ഒരു സാധാരണക്കാരൻ മുതൽ പ്രിവിലേജ്ഡായ രാഷ്ട്രീയ നേതാവിന് വരെ പോലീസ് സ്റ്റേഷനിൽ മാന്യമായ പരിഗണന കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ ആ ചോരക്കറപുരന്റെ ഷർട്ട് ആവർത്തിച്ച് ഇപ്പോഴും ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഡോക്ടർ അരുൺകുമാർ, നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയില്ല, റിപ്പോർട്ടർ TVയുടെ കാരണത്തെ കാണിച്ച ദൃശ്യങ്ങളാണ്. മാറി മാറി കൈ വീശി ആ ചെറുപ്പക്കാരന്റെ മുഖത്തടിച്ചല്ലോ. ബിരിയാണി വാങ്ങി കൊടുക്കാനാണോ പോലീസ് എന്നാണെന്ന് തൃശ്ശൂരിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത്. ബിരിയാണി വാങ്ങി കൊടുക്കാനാണ് ഡോക്ടർ അരുൺകുമാർ പോലീസ്? ഒരു തടവ് പുള്ളിയെ പിടിച്ചുകൊണ്ട് വന്നാൽ അയാൾക്ക് വിശന്നാൽ ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് കേരളത്തിലെ പോലീസിന്. എന്നാൽ 51 വെട്ടുവെട്ടി ഒരു കൊലപാതക കേസിലെ പ്രതിയായി വിചാരണ നടന്ന് തെളിവ് സഹിതം ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് കള്ളു കുടിക്കണമെന്ന് തോന്നിയാൽ ആ കള്ളു വാങ്ങി കൊടുക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനില്ല എന്ന കേരളത്തിലെ പോലീസ് കൊടിസുനിക്ക് TP ചന്ദ്രശേഖരന്റെ കൊലപാതകികൾക്ക് മദ്യം വാങ്ങിക്കൊടുക്കും. സുജിത്തിനെ പോലെയുള്ള പാവം മനുഷ്യർ ഏതെങ്കിലും കേസിൽ പ്രതിയായി വന്നാൽ CCTV ഉള്ളിടത്ത് വെച്ച് നടയടി, എന്നിട്ട് കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി CCTV ഇല്ലാത്തിടത്ത് കൊണ്ടുപോയി അവരെ ഇടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്ന ഈ ഇടിയൻ പോലീസിനെ വിമർശിക്കാനല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ ജോലി? ഇതൊരു സമയം ഞാൻ പറഞ്ഞില്ല, 17 താമർ ജിഫ്രിയുടെ വിഷയം കണക്കാണ്. അത് ഭരണപക്ഷത്തിന് നിഷേധിക്കാൻ പറ്റാത്ത കണക്കാണ്. മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ കൊലപാതകം 8 ഉണ്ട്. പക്ഷേ ചോദ്യം ഇന്ന് ചോദ്യം ഇതാണ്, LDF സർക്കാരിന്റെ കാലത്ത് 9 വർഷങ്ങൾക്കിടയിൽ 144 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് യൂണിഫോം ഊരി വാങ്ങിച്ചവരെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത്
കൊടും കുറ്റവാളികളായ പോലീസുകാരിൽ എത്ര പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്? ഞാൻ തിരിച്ചു ചോദിക്കാമെന്ന്, ഇത് പിണറായി വിജയൻ എന്ന ഇടതുപക്ഷത്തിന്റെ നേതാവിന്റെ മന്ത്രിസഭയ്ക്കെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അതിന് ഇപ്പൊ താമർ ജിഫ്രി കൊല്ലപ്പെട്ട് ഈ സംഭവങ്ങളൊക്കെ പിണറായി വിജയന്റെ കാലത്ത് നടന്നാൽ ഈ പഴയ കണക്കുകൾ മതിയാവും? ഡോക്ടർ അരുൺകുമാർ ഈ പഴയ കണക്കുകൾ ഇപ്പോഴും വിശ്വസിക്കുകയാണോ? ഒരു പതിറ്റാണ്ടായി തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒരു സുജിത്തിന് എന്തുകൊണ്ട് ഈ വിഷയമാണെങ്കിലും സുജിത്തിന്റെ വിഷയമാണെങ്കിലും ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്, മറുഭാഗത്ത് ഉദയന്റെ വിഷയമുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? LDF സർക്കാരിന്റെ കാലത്ത് നടപടിയെടുത്തു, 108ഉം 36ഉം രണ്ട് ടേമുകളിലായി മൊത്തം 144 ഉദ്യോഗസ്ഥരെ അവരുടെ സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ടു. UDF സർക്കാരിന്റെ കാലത്ത് എത്ര പേർക്കെതിരെ നടപടിയെടുത്തു? ഞാൻ അതിന് മറുപടിയായി പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഈ 144 പേരുടെ കണക്ക് പറഞ്ഞത് കൊണ്ടായില്ല എന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഒരു മറ്റുള്ള സർക്കാരിനെ അപേക്ഷിച്ച് ഈ സർക്കാർ തിരിച്ചൊരു കണക്കെന്തേ പ്രതിപക്ഷം പറഞ്ഞില്ല? നടപടി എടുത്തതിന്റെ വിശേഷമാണ് ഡോക്ടർ അരുൺകുമാർ ഞാനീ പറയുന്നത്. ഞങ്ങളുടെ പോലീസ് ഇടിയം പോലീസാണെന്ന് ഞാൻ സമ്മതിച്ചേക്കാം. 2012 അന്നത്തെ SFI നേതാവിനെ ഞങ്ങളുടെ പോലീസ് കൊണ്ടുപോയി ഇടിച്ചു. ഞാൻ വാദത്തിന് സമ്മതിക്കാണ്. ആ ചെറുപ്പക്കാരൻ കോടതിയെ സമീപിക്കാതിരിക്കുന്നു, ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു. ഇന്നിപ്പോൾ 2 മിനിറ്റ് മുമ്പ് ഡോക്ടർ അരുൺകുമാർ തന്നെ വായിച്ചു പൂർത്തിയാക്കിയ പ്രധാന വാർത്തകളിൽ ഈ പുറത്താക്കിയ എല്ലാവരും വിറപ്പിച്ചു നിർത്തുന്ന പിണറായി വിജയന്റെ വിശേഷം താങ്കളുടെ വാഗൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞില്ലേ? അന്ന് ഇടിച്ച ആ പോലീസുകാരൻ അന്ന് CI ആണെങ്കിൽ ഇപ്പൊ DYSP ആണ്. ഞങ്ങൾ ചോദിക്കുന്നത് ഭരണപക്ഷത്തോടാണ്. കഴിഞ്ഞ 10 വർഷത്തെ കുറിച്ചാണ്. ആ 10 വർഷത്തെ കണക്ക് പോലീസ് സ്റ്റേഷൻ ഇടിച്ച താങ്കൾ തന്നെ വായിച്ച വാർത്തയല്ല. 4 പേര് കുന്നംകുളത്ത് നടപടിയെടുക്കാതെ സ്ഥലം സർക്കാരാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ സർക്കാരാണ്. ഞാനതെല്ലാം ഷുമീരാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ മറിച്ച് UDF സർക്കാരിന്റെ കാലത്ത് LDF സർക്കാർ പുറത്താക്കിയതുപോലെ എത്ര പേരെ പുറത്താക്കിയതൊരു കണക്ക് പറയാനുണ്ടോ? ഞാൻ അതിന്റെ കണക്ക് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തുടർച്ചയായി 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ വീഴ്ചകളെ കുറിച്ച് ഞങ്ങൾ ഇത്തരം ചോദ്യങ്ങൾക്ക് 10 വർഷം മുമ്പ് വാറോല തപ്പിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ചരിത്രമൊക്കെ ആ സമയത്ത് തപ്പിയെടുത്തുകൊണ്ട് വരുമെന്നാണ് കരുതിയത്. അതാണ് എന്റെ സംശയം. പ്രതിപക്ഷം അതിന് പ്രിപ്പയർഡ് ആവാതെ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുകയായിരുന്നു, തള്ളുമെന്നുള്ള പ്രതീക്ഷയിൽ. അതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ അങ്ങിലേക്ക് വരാം. എനിക്കൊന്ന് CPM പ്രതിനിധിയിലേക്ക് കൂടി പരാതിയുമായി സമീപിച്ച സ്ത്രീയെ മാറി പോലീസ് ഓഫീസർമാർ ദുരുപയോഗം ചെയ്തു. ഇതെല്ലാം ഈ പോലീസിലെ പുഴുക്കുത്തുകളാണ്. അങ്ങ് പറഞ്ഞതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. ഒറ്റ ചോദ്യമേ എന്റെ മുന്നിലുള്ളൂ എന്ന് മാത്രം. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ജോലിയാണ് പിണറായി വിജയൻ. പഴയ കണക്ക് സ്വീകാര്യം.